ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ലിവർ വരട്ടിയതും പുട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയാലോ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ലിവർ നല്ല കഴുകി വൃത്തിയാക്കി 2 തക്കാളി, 2 വലിയുള്ളി, 4 ചെറിയുള്ളി, പച്ചമുളക് 2 ചെറിയ കഷ്ണം, ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, ഇവയെല്ലാം നല്ല അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് വെക്കുക. പെരുംജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവയെല്ലാം ഒരു പാൻ എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് കളർ മാറി വരുന്നവരെ വറുത്തെടുക്കുക. എന്നിട്ട് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വറുത്ത ഒരു ടേസ്റ്റ് ഒരു നല്ല ടേസ്റ്റാണ്. നമുക്ക് പച്ച അങ്ങനെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസമാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വറുക്കണത്. വറുക്കാതെ വേണമെങ്കിലും ഇടാം, പക്ഷെ വറുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ തണുത്ത് വരുമ്പോൾ നമ്മൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഈ വറുത്ത് വെച്ച മസാലയും വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം ഇച്ചിരി വെള്ളവും ചേർത്ത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഇതാക്കുക. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിവേപ്പിൻ്റെ ഇല ആദ്യമായിട്ട് വലിയുള്ളിയും ചെറിയുള്ളിയും അരിഞ്ഞു വെച്ചാൽ അത് രണ്ടും ചേർത്തൊന്ന് വഴറ്റി കുറച്ച് കുരുമുളക് പൊടി, ഉലുവ, തക്കാളി, പച്ചമുളക് ഇവ എല്ലാം ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ച കൂട്ട് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഈ കുക്കർ നല്ലോണം ഇളക്കിയിട്ട് കുക്കർ മൂടി വെക്കരുത്. കുക്കറിന്റെ മൂടി വെറുതെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അത് തിളച്ച് വരും. അങ്ങോട്ട് നമ്മൾ ലിവർ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പാത്രം വെച്ച് കുക്കർ മൂടി വെക്കുക. കുക്കർ മൂടി വെച്ച് കഴിയുമ്പോഴേക്കും ഒരു 2 വിസിൽ വരുമ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു വലിയ ഉള്ളിന്റെ ചെറിയൊരു കഷ്ണം ഇട്ട് നല്ല വാട്ടി മൂപ്പിച്ചെടുത്ത് വെക്കുമ്പോഴേക്കും നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ കളഞ്ഞ് അതിലിച്ചിരി വെള്ളം ഉണ്ടാവും. ആ വെള്ളം അതിൽ നിന്നോട്ടെ. അതൊന്ന് നല്ല ഇളക്കിയിട്ട് ഇത് ബ്രൗൺ കളർ ആകുമ്പോൾ ഈ വേവിച്ച് വെച്ച ലിവർ ചട്ടിയിലേക്ക് ഇട്ട് അത്യാവശ്യം നല്ലോണം സമയം ചെറു ചൂടിലിങ്ങനെ ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും അപ്പുറത്ത് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി, അതോ ഇനി നല്ലോണം വെള്ളം ഇല്ലാതെ ഇങ്ങനെ ഉണക്കിയെടുക്കണ അങ്ങനത്തേതാണെങ്കിൽ കുറച്ചും കൂടെ വെച്ചാൽ മതി. ഇപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്, ലിവറും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു ദിവസം നല്ല ടേസ്റ്റാണ്.